ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കാമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ രാവിലെ കമ്പനിയിൽ നിന്ന് ബായ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പുള്ളിക്കാരൻ വന്നപ്പോൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. പുള്ളി കഴിഞ്ഞ ദിവസം കണ്ട് ഞങ്ങൾക്ക് വർക്കില്ലാണ്ടിരുന്നിട്ട് കുറച്ച് ദിവസമായില്ലോ. അപ്പോൾ അവനെ കണ്ട് തലേ ദിവസം ചൂണ്ടയിടാനായിട്ട് പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കിട്ടിയ മീനാണ്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് കിട്ടുമ്പോൾ എനിക്ക് മൂന്ന് തരും കേട്ടോ. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഒരു പാമ്പ് പോലത്തെ മീനുണ്ടായിരുന്നു, പിന്നെ എന്തോന്ന് മീനാണാവോ അതുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനിന്ന് പറഞ്ഞാൽ നല്ല വലിയ മുള്ളാണ്. ഈ സാധനം ഇങ്ങനെ ഉരച്ച് എന്താ പറയുക, ഉളുമ്പാന്ന് പറയും മീനിന്. ഇങ്ങനെ ഉരച്ച് ക്ലീനാക്കി എടുക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. ഇത് ആദ്യമൊക്കെ വീട്ടിൽ അപ്പച്ചനൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തേക്കണത് എനിക്കിതിൻ്റെ നന്നാക്കി ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് തലേ ദിവസം കണ്ട് ബായങ്ങാണ്ട് പുഴയിൽ പോയപ്പോൾ അവിടെ ഒറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്നായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീൻ കിട്ടിയിട്ട് കൊണ്ടുവരട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ടിരിക്കുകയല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് കൊണ്ടുവരാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ മീനൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഐസിലിട്ട് 3-4 ദിവസം എത്തി മീനെല്ലാം തിന്നണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഫ്രഷായിട്ടൊക്കെ മീൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. പിന്നെ നന്നാക്കി എടുക്കണ ഇച്ചിരി ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ അത് കുറച്ച് ഒരു നല്ലോണം വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് നന്നാക്കുമെങ്കിലും ഒരിടയ്ക്ക് ഇങ്ങനെ ഉറച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരിടയ്ക്ക് പറഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ചായിരുന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു, തിളച്ചവെള്ളമായി പോയി കേട്ടോ. ആ മീനൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ തിളച്ചവെള്ളത്തിലിട്ടിട്ട് പിന്നെ ഉറച്ച് ചെയ്യുമ്പോൾ ആകെ വളവളാന്നായിപ്പോയി. അതിൽ പിന്നെ ഞാൻ ആ ചൂടുവെള്ള പ്രയോഗം അവിടെയാണ് നിർത്തി കേട്ടോ. ഇന്ന് പിന്നെ വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ. മോനിപ്പോൾ ഇതിൻ്റെ ഒരു ദിവസം മുമ്പ് മോൻ കോവയ്ക്ക് പോയേക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കരുതി കുറച്ച് കറി വയ്ക്കുകയും ചെയ്യാം, കുറച്ച് വറുക്കുകയും ചെയ്യാമെന്ന് കരുതി. പാൽ ഒഴിഞ്ഞ് വെക്കണില്ല കേട്ടോ. ഈ മീനൊക്കെ പറ്റിക്കാനാണ് എളുപ്പം. പിന്നെ എനിക്ക് എളുപ്പം പറ്റിക്കുന്നത്, കാരണം മോക്കും പറ്റിക്കാൻ തന്നെ ഇഷ്ടം. മോനുണ്ടെങ്കിൽ മാത്രമാണ് പാൽ ഒഴിഞ്ഞ കറീനോട് താല്പര്യമുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ അതിനൊന്നും പോകണില്ല. ഇന്നിപ്പോൾ നമ്മളെ കുടംപുളി ഇട്ട് ഇച്ചിരി പുളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ്. പക്ഷേ ഇത് ഇന്ന് കഴിക്കണക്കായ നല്ല അടിപൊളി രുചി കേട്ടോ നാളെ കഴിക്കാനായിട്ട്. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് ആ പാമ്പ് പോലെ ഇരുന്ന മീനുണ്ടല്ലോ, അതുണ്ടോ ഞാൻ വറുക്കാനായിട്ട് എടുത്തേക്കണം. മറ്റേത് ഞാൻ കറി വയ്ക്കുകയും ചെയ്യാൻ കരുതി. കറി മാത്രമായിട്ട് ഇപ്പോൾ ഞാൻ വയ്ക്കണുള്ളൂ. വറുക്കാനുള്ളത് ഞാൻ ഊണ് കഴിക്കണതിന് കുറച്ച് മുമ്പ് അങ്ങോട്ട് വറുക്കാൻ നേരം. അപ്പോൾ നല്ല ചൂടോടുകൂടെ മീൻ വറുത്തൊന്ന് കൂട്ടി കഴിക്കാമല്ലോ എന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ മോൾ അവിടെ ഇരുന്ന് എഴുതാൻ കേട്ടോ. അതിന് ഇന്നലെ ആയിരുന്നു സ്കൂളിൽ അവളുടെ ഡാൻസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഈ ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും നടക്കണ കാരണം ക്ലാസ്സിൽ ഒന്നും അറ്റൻഡ് ചെയ്യാറുണ്ടായില്ല. രാവിലെ തുടങ്ങിയുള്ള മിക്ക സമയത്ത് അവിടെ പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ ഒരു 4 നോട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ അത് അവിടെ ഇരുന്ന് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഡാൻസിന് ഒരു താല്പര്യം ഉണ്ടായില്ല, ഞാൻ നിർബന്ധിച്ച് ചേർത്താണ്. അപ്പോൾ അത് കാരണം എന്നെ ചീത്ത പറയണം. അവൾക്ക് ഒരുപാട് നോട്ട് പെൻഡിങ് കിടക്കുകയാണ്. പിന്നെ 2 ചാപ്റ്റർ മാത്സൊക്കെ പഠിപ്പിക്കേണ്ടത്, അതൊന്നും അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെ ആയിട്ടിരുന്ന് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്തായാലും നോക്കിയപ്പോൾ കുടംപുളിയൊക്കെ ഇട്ടുള്ള പറ്റിക്കണം. അപ്പോൾ ഞാൻ കരുതി കപ്പ ഒരു കഷ്ണം പറിച്ച് കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ അപ്പച്ച നട്ട കപ്പ കേട്ടോ. നമ്മൾ ബായ് നട്ട കപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ മുളർന്നത് കാരണം ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ മണ്ണ് നല്ലോണം ഉള്ളത് കൊണ്ട് അടിയിലേക്ക് നല്ലോണം കപ്പയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തം കട പറിക്കണില്ല, കാരണം ഞാനും മോളും മാത്രമേ ഉള്ളൂ. ആ പട ഒരേ ഒരു കഷ്ണം കപ്പയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കണുള്ളൂ. ഈ ഒരു കഷ്ണം മാത്രം പറിക്കണ കാരണം ഇച്ചിരി പണിയായിരുന്നു. ആ മണ്ണൊക്കെ മാറ്റി ബാക്കിയുള്ളതൊന്നും പൊട്ടാണ്ട് എടുക്കണമല്ലോ, അത് കാരണം ഇച്ചിരി പണിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചിരുന്നുകൊണ്ട് മോള് കുറച്ചിരുന്നുകൊണ്ട് അങ്ങനെയുണ്ട് ഞങ്ങളിത് ആ ഒരു കഷ്ണം പൊക്കിയെടുത്തത്. അത് പിന്നെ വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് അങ്ങനെ ഞാൻ മണ്ണൊക്കെ മൂടിയിട്ടുണ്ടോ, ബാക്കിയുള്ള കപ്പയ്ക്ക് ഒന്നും പറ്റാണ്ടിരിക്കും. ഇനിയിപ്പോൾ കപ്പ പുഴുങ്ങണ കാരണം ഇനിയിപ്പോൾ ചോറ് തീറ്റ ആർക്കും ഉണ്ടാവില്ല കേട്ടോ. കപ്പ ഉണ്ടെങ്കിൽ എല്ലാവരും കപ്പ തന്നെ തിന്നുള്ളൂ. എനിക്കും ഇഷ്ടമാണ്, മോക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടായിട്ട് ഇനി കപ്പ തിന്നാനേ ചാൻസ് ഉള്ളൂ. ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അവൾ കഴിക്കട്ടെ എന്ന് കരുതി. ഞാൻ വലിയ കാര്യമായിട്ട് കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് മീൻ കറിയും കൂട്ടി പിന്നെ എനിക്കിഷ്ടം തലക്കഷ്ണം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ളത് എടുക്കുകയാണ്. അവൾ പിന്നെ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അവൾ കഴിച്ചോളാമെന്ന് പറഞ്ഞില്ല, അവളെ സാധനം തൊട്ട് വെക്കില്ല കേട്ടോ. അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആ കപ്പ പുഴുങ്ങിയത് ചെറിയ കഷ്ണമാക്കി പുഴുങ്ങിയെന്ന് അമറുമ്പോൾ അത് പണിയൊക്കെ ഉണ്ടായി, വേണമെങ്കിൽ തിന്നായിന്ന് പറഞ്ഞു. ഞാൻ നല്ല അന്തസ്സായിട്ട് അത് അവിടെ നിന്ന് വെട്ടി കഴിഞ്ഞിട്ടാ. അപ്പം ഞാൻ തിന്നാൻ നേരത്തെ അവൾ വീഡിയോ എടുക്കുമ്പോൾ മമ്മി മുഖത്തേക്ക് ചിരിക്കുന്നു എന്നോട് ചിരിക്കാൻ പറയാനുണ്ടോ കാണണേ. അപ്പോൾ അത് ഞങ്ങളൊരു കാന്താര സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്കമാലിൽ. അപ്പോൾ അത് ഞാനും അവളും കൂടി അത് കാണാൻ പോയി കേട്ടോ. അപ്പോൾ അങ്കമാലി തിയേറ്ററൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാശിന് മുതലാവാത്ത ഏറ്റവും മുകളിലേക്കാണ് കയറി കാണുകയും 300 രൂപ കൊടുക്കണം. അതാണ് സഹിക്കാത്തത്. എന്തായാലും അടിപൊളിയായിട്ട് സിനിമയൊക്കെ കണ്ട് പിന്നെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ മോൻ പോണതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യണ സംഭവമാണ് ഈ കാണുന്നത്. പുള്ളി മൊബൈൽ കൊണ്ടുപോകാനുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മടക്കി വയ്ക്കുമ്പോൾ ഒരു പോക്കറ്റിലാക്കി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ ബെഡ്ഷീറ്റ് മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പോണ കാരണം മമ്മി മടക്കിക്കോ എന്നും പറഞ്ഞിട്ട് കാണും. പിന്നെ ഞാൻ മോളും ഞാൻ അപ്പോൾ മടക്കി ബാക്കിയായി. വീട്ടിലിരിക്കുന്ന ദിവസം നമ്മളിങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. ആമ്പിള്ളേരാണെങ്കിൽ പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് കാണിക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ഞാൻ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. 2 ആഴ്ച എടുത്താൽ പിന്നെ ചെയ്തോളും. പിന്നെ ചില സമയത്ത് ഇങ്ങനെ പേടിപ്പിക്കും. വടി ഉണ്ടെങ്കിൽ ആൾ പതുങ്ങിക്കോളും കേട്ടോ. ഞാൻ ഒരു വടിയുമാണ് ഇപ്പോൾ ഇവൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കണേ. ഇന്ന് പോണതിൻ്റെ ഭയങ്കര സന്തോഷം കേട്ടോ. ഇവനിപ്പോൾ ചേട്ടനുള്ളപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ചേട്ടനുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൻ ചെറുതായിരുന്നല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഇപ്പോൾ എനിക്കാണെങ്കിലും ഒറ്റയ്ക്ക് ഇവരെങ്ങനെ ദൂരേക്കൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇവരെപ്പോഴും എന്നോട് പറഞ്ഞൊരു പരാതിയാണ്,
മമ്മി അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകണില്ല എന്ന്. ഇതിപ്പോൾ ഇന്നിങ്ങനെ ഇത്തിരി ദൂരേക്ക് അത് 3-4 ദിവസത്തെ പരിപാടിയാണല്ലോ. ഞങ്ങളൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏറ്റവും കൂടിയ പോകുന്നത് ഈ ലുലു മാളിൽ അല്ലെങ്കിൽ അതിരപ്പള്ളിയൊക്കെയാണ് ഞാൻ പോവാറ്. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, അതും പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ല പോണേ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വേണ്ടല്ലോ. ഇതിപ്പോൾ അവൻ ഞങ്ങളോട് 11 മണിയാകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ബിരിയാണി ഉണ്ടാവാൻ മേടിച്ചാണ്. അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരെല്ലാവരും ബസ്സിൽ കയറണ്ട. അപ്പോൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും സെപ്പറേറ്റ് ബസ്സിലാട്ടോ. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പോണേ, ഇവനും പഠിക്കണം കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർ പക്കയായിട്ട് വീട്ടിലെത്തിച്ചോളുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവർ പോയിട്ട് നമ്മളെ വിളിച്ച് അത് ടീച്ചർമാർ നിർബന്ധിച്ചിട്ട് അവൻ വന്നപ്പോൾ എന്നോട് പറയാറുണ്ട്, ടീച്ചർമാർ നിർബന്ധിച്ച് ഇവരെ കൊണ്ട് വിളിപ്പിക്കായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു ഇത് എനിക്ക് ഭയങ്കര സ്കൂളുകാരുടെ ഭാഗത്തുനിന്നോട് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് നമുക്ക് ടെൻഷനാണ്, ഈ പിള്ളേരുകളല്ലേ പോകണം, ഇവരെന്ത് കാണിക്കുക കാണിക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ സേഫാവും നമ്മളെയും കുറിച്ച് അറിയിക്കണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ അവൻ തിരിച്ച് വന്നേക്കണം കേട്ടോ. ഞാൻ കയ്യിൽ ഒരു 1500 രൂപ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കാശ് മൊത്തം പൊട്ടിച്ചുകൊണ്ട് വന്നേക്കണം. അപ്പോൾ 300 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. അത് വന്ന വഴിക്ക് പുള്ളി ഷേക്കും മേടിച്ച് എനിക്കൊരു ചായയും കട്ട്ലേറ്റും പിന്നെ ഞങ്ങൾക്ക് ചായക്കടി മേടിച്ച് അത് തീർത്തിട്ടോ. അതിപ്പോൾ അതേ പുള്ളി ജോലിക്ക് പോയി വന്നേക്കണം. അവരോടുള്ള ഗോവയിൽ നിന്നുള്ള മിഠായികളൊക്കെ ഏറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ അതേ പെങ്ങൾക്ക് ഒരു സെറ്റ് കമ്മൽ മേടിച്ച്, അല്ല ഇതിനകത്ത് 12 ജോഡിയുണ്ട് കേട്ടോ. കമ്മൽ മേടിച്ച് വന്നേക്കണതാണ്. ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് കേട്ടോ. പെങ്ങളത് മറന്നു പോകുന്നില്ല. വിളിക്കുമ്പോഴും ചോദിക്കും അവളെന്ത് ചെയ്യണം, എന്തോന്ന് കഴിച്ച്, അങ്ങനത്തെ അന്വേഷണം എടുത്തേക്കുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഇതിപ്പോൾ അതേ കുറേ മിഠായി മേടിച്ചൊന്ന് ഒക്കെ ഒന്നും പുള്ളിയെ എടുത്തില്ല, എല്ലാം അവൾക്ക് തന്നെയാണ് കൊടുത്തത്. വീട്ടിൽ വന്ന് അങ്ങോട്ടും തല്ലെടുത്താണെങ്കിലും കാണാണ്ടിരിക്കുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഭയങ്കര സങ്കടം കേട്ടോ. അവനങ്ങനെ വിളിക്കുമ്പോൾ എപ്പോഴും ചോദിക്കായിരുന്നു. അവൾക്ക് ക്ലാസ് ഉണ്ട്, അവളുടെ ഡാൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിയായി ഭയങ്കര അന്വേഷണമായിരുന്നു കേട്ടോ. അവളാണെങ്കിലും ചോദിക്കും സാവി വിളിച്ച മമ്മീന്ന്. അതിപ്പോൾ അവിടെ നിന്ന് ഏറ്റി കൊണ്ടുവന്നേക്കാണ് ഈ സാധനങ്ങളൊക്കെ. അതിപ്പോൾ അവൻ ഇവിടെ നല്ലൊരു 1 ഡേ ട്രിപ്പ് പോയാലും എനിക്ക് നോക്കും എന്തെങ്കിലും മേടിക്കാണ്ടാവുമ്പോൾ പോരുമില്ല കേട്ടോ. അത് പുള്ളി ചെറുപ്പം തുടങ്ങിയുള്ള ശീലമാണ് അവൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.